സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാന് നയതന്ത്ര കുറിപ്പ് നൽകി ഭാരതം. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്ക പരിഹാര ചർച്ചകളിൽ നിന്നും ഭാരതം പിന്മാറും. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 102 പാക് പൗരന്മാരാണ് ഉള്ളത്. 1960-ലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം കേന്ദ്ര ജലശക്തി വകുപ്പ് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ദേബശ്രീ മുഖർജി പാക് ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലിക്കാണ് കത്ത് നൽകിയത്. ഒരു കരാറിനെ മാനിക്കാനുള്ള ബാധ്യതയാണ് ആ കരാറിന്റെ അടിസ്ഥാനം. എന്നാൽ ജമ്മു കശ്മീർ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് പഹൽഗാം സംഭവമെന്ന് കത്തിൽ പറയുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം ഭാരതത്തിലുള്ള പാക് പൗരന്മാരെ തിരികെ അയക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി. ഇന്നലെ മുഖ്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാൻ പൗരന്മാരെ എത്രയും വേഗം മടക്കി അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ 102ഉം തമിഴ്നാട്ടിൽ 200ഉം പാകിസ്ഥാൻ പൗരന്മാരുണ്ട്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിസ കാലാവധി നാളെ അവസാനിക്കും. മെഡിക്കൽ വിസയിലുള്ളവർക്ക് ചൊവ്വാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.